ഹലോ, ധനേഷ് സ്പീക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒക്കെ ഡിലേ ആയിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഓണച്ചിത്രങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് സിനിമയുടെ റിവ്യൂസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ പോയി സിനിമകൾ കാണാനുള്ള സാഹചര്യങ്ങളൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് കിട്ടാറില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട് മറന്ന സിനിമകളുടെയൊക്കെ റിവ്യൂസ് ഞാൻ ഇടും. എനിക്ക് ക്രേസ് തോന്നിക്കഴിഞ്ഞാൽ പഴയ സിനിമകളുടെയൊക്കെ റിവ്യൂസ് ഞാൻ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അങ്ങനെ കൂടെ വീഡിയോസ് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത പഴയ സിനിമകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ചേർത്തിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യും. ഓക്കെ. പക്ഷെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ബിഗ് ബോസിനെ സംബന്ധിച്ച്. കാരണം നേരത്തെയൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പല രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് വലിയൊരു താല്പര്യപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കിടാൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എപ്പിസോഡ് ഇന്നലെ 2 ദിവസമായിട്ടൊക്കെ നടന്ന എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഈ സീസൺ 7 വൈൽഡ് കാർഡായിട്ട് വന്ന, എന്തിനാണ് ഈ വൈൽഡ് കാർഡായിട്ട് വന്നവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക? എന്തിനാണത്? ഒന്നാമത്തെ കാര്യം, വൈൽഡ് കാർഡായിട്ട് വന്ന ഐറ്റംസ് ഒന്നും തന്നെ നേരെയുള്ള ഗെയിം കളിക്കുന്നതൊന്നും കാണുന്നില്ല. ചുമ്മാ കിടന്ന് കുറേ പഴങ്ങളെപ്പോലെ കിടന്ന് പറയാതിരിക്കുന്നത് എന്തിന്? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ്. പുള്ളിക്കാരത്തി ഉന്നയിച്ച ചില വാക്കുകൾ, അത് എന്തിനാണ്? അവർക്ക് സ്ക്രീൻ പ്ലേസ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ. മറ്റുള്ളവരോട് പേഴ്സണൽ ലൈഫിലായിട്ട് അതൊക്കെ കടന്ന് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും അത് പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചയാവുന്ന തരത്തിലുള്ള ചർച്ചയായി. ഇതിലേക്ക് ഇത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. പ്രകൃതിയിൽ, നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം അതിൻ്റെ മുകളിലൊരു സ്പിരിറ്റുണ്ട്, ഒരു പവറുണ്ട്. അതിനെല്ലാം ജീവൻ നൽകുന്നതും ഈ ജീവൻ തിരിച്ചെടുക്കുന്നതുമെല്ലാം. ആ പവറിനെ നമ്മൾ ഗോഡ് എന്നാണ് വിളിക്കുന്നത്, ദൈവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോരുത്തർക്ക്, ഇപ്പം ഗേ കപ്പിൾ അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ കാലം മാറി. എന്തുകൊണ്ടത് ചിന്തിക്കുക? അപ്പം അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ അത് അവർ മനഃപൂർവ്വം സ്വന്തമായിട്ട് അവരുണ്ടാക്കിയെടുക്കുന്നതൊന്നും അല്ലല്ലോ ഇത്. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും ശരീരത്തിലൂടെ ബ്ലഡല്ലേ ഒഴുകുന്നത്. അതിൻ്റെ നിറം ചുവപ്പല്ലേ. അപ്പം ആരെ അങ്ങനെ അകറ്റി നിർത്തിയ രീതിയിൽ അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ലജ്ജ തോന്നുന്നത് സത്യമാണ്. ലജ്ജ തോന്നുന്നു. എന്ത് ചെയ്യും? എനിക്ക് ആധികാരികമായിട്ട് ഇതിനകത്ത് കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം ലക്ഷ്മി എന്ന ആ ഒരു മത്സരാർത്ഥി, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നു, ഒരു ആൺകുട്ടി ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾ ആ കുട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടി നാളെ വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ വളർച്ചയിൽ നാളെ അതിന് ഏത് രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുക, അതിൽ ഏത് രീതിയിലേക്കുള്ള അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? സ്വന്തം കുട്ടി എന്നുള്ളൊരു അതിനെ മാറ്റി നിർത്തുക. നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഈ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അവർ പുറത്തൊക്കെ പോയി പഠിച്ച സ്ത്രീ, പുറത്തൊക്കെ പോയി പഠിച്ച് വന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയില്ലേ? അവിടുത്തെ രാജ്യങ്ങളിൽ തന്നെയല്ലേ ഇതൊക്കെ കൂടുതലായിട്ട് എല്ലാവരും ഉള്ളതൊക്കെ. അപ്പം ജനങ്ങളെ ആദ്യം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇതൊന്നും അവരെ സ്വന്തമായിട്ട് സൃഷ്ടിച്ചതൊന്നും അല്ലല്ലോ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അവിടെ ഗെയിം കളിക്കാൻ വന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയില്ല. ലാലേട്ടൻ പറഞ്ഞല്ലോ, ഇറങ്ങിപ്പോവും. എനിക്ക് ഇതിനകത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് 2 വാക്കിനകത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത്ര നാളത്തെ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ ഈ സീസൺ 7 തന്നെയാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു സീസൺ. ഇതിൽ മോശമായിട്ടൊരു സീസൺ ഉണ്ടായിരുന്നത് പകുതിക്ക് വെച്ച് നിർത്തിയൊരു സീസൺ ഉണ്ടായിരുന്നു. അതും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്കൊക്കെ വായിച്ചു കൂട്ടിയ ഒരു സീസണായിരുന്നു അത്. പകുതിക്ക് വെച്ച് എന്തായാലും നിർത്തിപ്പോയി. പക്ഷെ അതിലും മോശമായിട്ടുള്ളൊരു സീസണിലേക്ക് വന്നു. ഇപ്പോൾ ആരെയും തന്നെയും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പം ഇച്ചിരി കടന്നുപോയി സംസാരങ്ങളൊക്കെ. അപ്പം ദൈവത്തോർത്ത് നിങ്ങളാരും ഇങ്ങനെ ചിന്തിക്കരുത്. കാരണം മനുഷ്യരാണ്. നാളെ അല്ലെങ്കിൽ ഇന്ന് ജനിച്ച് വീഴുന്നൊരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടും അതിൻ്റെതായിട്ടുള്ള ചിന്താഗതി അങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പം എല്ലാവരും മനുഷ്യരാണ്, പരസ്പരം സ്നേഹിക്കുക. പിന്നെ ഈ രീതിയിലുള്ള അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത എന്ത് ശരിയാണ്, എന്ത് വൃത്തികെട്ട വാക്കുകളൊക്കെയാണ് സംസാരിച്ചവർ. എനിക്കിത് കൂടുതലായിട്ട് പറഞ്ഞ് ചകഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോസ് വീണ്ടും എടുത്ത് റീപോസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാനുള്ള താല്പര്യം എനിക്കില്ല. അപ്പം കണ്ടവർക്ക് മനസ്സിലായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞ എന്തിനെക്കുറിച്ചാണെന്നുള്ളത്. അപ്പം ആദില നൂറ അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. അപ്പം അവരിപ്പോൾ അങ്ങനത്തെ ഒരു കപ്പിളായതുകൊണ്ടല്ലേ സമൂഹം അവർ തിരിച്ചറിഞ്ഞതും ഈ ബിഗ് ബോസ് പോലുള്ള വലിയ ഷോയിൽ അവർ പാർട്ടായതും അല്ലേ. പിന്നെ പറഞ്ഞു അവർ ആരുടെയും ചിലവിലല്ല, അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം ആരെങ്ങനെ അടിച്ച് താത്ത് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വലിയവനെ ചെറുവനൊന്നും ആരും ഒന്നുമില്ല. കാശുള്ളവൻ കാശില്ലാത്തവൻ, കാശുണ്ടാക്കുന്നത് അധ്വാനിച്ച് തന്നെയാണ്. പിന്നെ ഇല്ലീഗലായിട്ട് കാശുണ്ടാക്കുന്നവരെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ദൈവത്തിൻ്റെ കാര്യം. ഇന്ന് ഞാൻ നാളെ നീ, ഇത്രയൊക്കെയുള്ള ജീവിതം മനുഷ്യൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സജഷനല്ല, എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഇവിടെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക. അവരുടെ തെറ്റല്ലല്ലോ അവരങ്ങനെ ആയിപ്പോയത്. ഓക്കെ, വേറൊന്നും പറയാനില്ല. അപ്പോൾ കുറച്ച് വാക്കുകൾ പറയാൻ തോന്നി. അപ്പം ഇനി അടുത്തത് ഇന്നത്തെ എപ്പിസോഡിൽ വേറെ പറയുന്നുണ്ട്. കണ്ടിട്ട് എന്താ വെച്ചാൽ പറയണോ വേണ്ടെന്നുള്ള വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്, കൂടുതലായിട്ട് ആദ്യമായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് പലരായിട്ട് പറയാൻ അറിയത്തുമില്ല, പറയാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. ഓക്കെ, ഒരു പോയിൻറ്റിനെ ആസ്പദമാക്കി എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എന്നല്ല, ഞാൻ പ്രസൻറ്റ് ചെയ്ത എൻ്റെ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്താം ശ്രമിക്കും. താങ്ക് യു.